ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. അജ്ഞാനത്തെ അകറ്റണം, പ്രതിദിനം സൗഭാഗ്യമേകിടണം. പ്രജ്ഞാശുദ്ധി ഉദിക്കണം, വികടമാം ഭാവങ്ങൾ പോയി മാറണം. വിജ്ഞാനം വെളിവാകണം, ഗുണഗണം വർദ്ധിക്കണം മേൽക്കുമേൽ. സാക്ഷാൽ സൽഗുരു തൻ്റെ പാദം ഇതിനായി കൂപ്പുന്നു ഞാനാദ്യമായി. ഓം ശ്രീ ശാരദാംബികയേ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. ഈ ഗ്രൂപ്പിലെ ആചാര്യൻ ബഹുമാനപ്പെട്ട ശ്രീ മനോജ് ശാസ്ത്രികൾ, ആചാര്യ ശ്രീമതി സുലേഖാമാം, ബഹുമാനപ്പെട്ട അനിൽ സാർ അവറുകൾ, ഗ്രൂപ്പിലെ അഡ്മിന്മാരായ ബഹുമാന്യരെ, ആത്മമിത്രങ്ങളെ, ഗ്രൂപ്പിലെ ബാലവേദിയിലെ കൊച്ചുമക്കളെ, എല്ലാവർക്കും ഗുരുദേവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ ഈ കുടുംബത്തിലെ പുതിയ ഒരംഗമാണ്. 3-4 മാസമേ ആയുള്ളൂ ഇതിൽ അംഗത്വം എടുത്തിട്ട്. ഈ കുടുംബത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരി പറഞ്ഞപ്പോൾ എനിക്ക് ആകാംക്ഷയായി. മറ്റുള്ള ഗ്രൂപ്പിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് ബാലവേദിയിൽ പല രീതിയിലുള്ള പരിപാടികൾ, പിന്നെ അക്ഷരശ്ലോകം, കൃതികൾ മനസ്സിലാക്കാൻ വേണ്ടി കൃതികളിലൂടെയുള്ള ചോദ്യോത്തര പങ്ക്തി, അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ ഈ കുടുംബത്തിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം ഗുരുവിൻ്റെ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ്. ഗുരുദേവൻ്റെ കൃതികളിൽ സ്തോത്രകൃതികൾ കൂടുതലും ശിവകുടുംബത്തിലുള്ളവരെ കുറിച്ചാണ്. മേടമാസത്തിലെ ചതയം മുതൽ നടത്തി വരുന്ന ഈ യജ്ഞത്തിൽ എനിക്കും പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ ഗുരുവിനോട് കടപ്പെട്ടിരിക്കുന്നു. വിനായകാഷ്ടകം മുതൽ കഴിഞ്ഞ് അടുത്ത് സുബ്രഹ്മണ്യ കീർത്തനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 12ാം ശ്ലോകമാണ് എനിക്ക് ഇന്നിവിടെ മനനം ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. 15 ശ്ലോകങ്ങളുള്ള ഈ കൃതിയിൽ ആദ്യത്തേതും അവസാനത്തേതും ആയ ശ്ലോകങ്ങൾ സുബ്രഹ്മണ്യൻ്റെ അച്ഛൻ എന്ന നിലയിൽ ശിവനെ സ്തുതിച്ചുകൊണ്ടുള്ളതാണ്. ഇനി നമ്മൾക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരനുദയം ചെയ്തു, ചന്ദ്രൻ മറഞ്ഞു. തട്ടിത്തട്ടിപ്പെരുക്കി പെരുവെളിയതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ. കഷ്ടം ദീനം പിടിച്ചോ മതിരയതു കുടിച്ചോ കിടക്കുന്ന ലോകർക്ക്, ഉത്തിഷ്ടോ ഉത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുവാൻ കാലമായി വന്നിരിപ്പോൾ. ഭഗവാനെ, എനിക്കെല്ലാം സ്പഷ്ടമായി കഴിഞ്ഞു. നിലാവെളിച്ചത്തിൽ ലോകത്തെ കാണുമ്പോൾ ഉണ്ടാകുന്ന അസ്പഷ്ടത നീങ്ങി. എന്നിൽ ജ്ഞാനസൂര്യൻ ഉദിച്ചു. ഇങ്ങനെ തത്വപ്രകാരം എല്ലാം വെളിവായി കിട്ടിയാൽ ഞാൻ നിന്നിൽ അമരുകയാണ് വേണ്ടത്. എന്നാൽ ഞാൻ ആ അനുഭൂതിയിൽ അമർന്ന് ഇല്ലാതായി തീരണമെന്ന് നീ അനുഗ്രഹിക്കുകയാണെങ്കിൽ അത് അല്പം കഴിഞ്ഞിട്ട് മതി. ഇവിടെയാണ് ഗുരുവിൻ്റെ മഹത്വം നാം മനസ്സിലാക്കേണ്ടത്. ഗുരു എന്ന് പറഞ്ഞാൽ ഇരുട്ടിനെ ഇല്ലാതാക്കി വെളിച്ചം തരുന്നവനെന്നാണ്. താൻ കണ്ടെത്തിയ സത്യം മറ്റുള്ളവർക്ക് കൂടി ലഭ്യമാകത്തക്കവണ്ണം കാരുണ്യത്തോടുകൂടി അതിനെ പകർന്നു കൊടുക്കുന്ന സത്പുരുഷനാണ് ഗുരു. തൻ്റെ ഉള്ളിലെ ഇരുട്ട് മാറി എങ്ങനെയാണോ ജ്ഞാനത്തിൻ്റെ വെളിച്ചം നിറഞ്ഞത്, അതുപോലെ ഏവരിലും അറിവിൻ്റെ വെളിച്ചം നിറയണം എന്ന ആഗ്രഹത്തോടുകൂടി വർത്തിക്കുന്നവനാണ് ഗുരു. അതാണ് നമ്മുടെ മഹാഗുരു എന്ന് ഈ പദ്യത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ചെളിക്കുണ്ടിൽ അഥവാ അന്ധതയിൽ മുങ്ങിക്കിടക്കുന്ന ലോകരെ എനിക്ക് കരകയറ്റണം. അതുകൊണ്ട് എന്നെ
പരവെളിയിലാക്കിയിടുവാൻ പിന്നെയാട്ടെ എന്നാണ് ഇവിടെ ഗുരു പറഞ്ഞിരിക്കുന്നത്. ഈ പദ്യത്തിൻ്റെ ഒരു ചുരുക്കം പറയുകയാണെങ്കിൽ, പ്രായോഗിക അദ്വൈതവാദിയായ ഗുരുദേവൻ സമൂഹോദ്ധാരണത്തിന് ഇറങ്ങുന്നു. പ്രാണായാമ യോഗ ധ്യാനത്തിലൂടെ കുണ്ടലിനിയെ സഹസ്രാരപത്മത്തിൽ എത്തിച്ച ഗുരുദേവൻ്റെ ഉൾമനസ്സിൽ പ്രതിബിംബ പ്രകാശിതമായ മറവുള്ള ചന്ദ്രനെ പോലെയുള്ള ഇരുൾ മറഞ്ഞു. പകരം സ്വയം ജ്വലിക്കുന്ന ആത്മസൂര്യൻ മറമാറ്റി എങ്ങും പ്രകാശം പരത്തി ജ്വലിച്ചു. അപ്പോൾ സത്യം സ്പഷ്ടമായി. നിർവാണ ദശയിൽ ആത്മവിത്ത് എന്ന പദവിയിൽ എത്തിച്ചേർന്നു. അനുകമ്പയുടെ കടലിനുടമയായ ഗുരുദേവന് നാളിതുവരെ ഒരു യോഗിക്കും ലഭിക്കാത്ത ഉൾവിളിയാൽ ഗുരുദേവൻ തീരുമാനിച്ചു, നിർവാണത്തിൻ്റെ ഉന്നത മേഖലകളിലേക്കുള്ള പ്രയാണം പിന്നെ ആകട്ടെ. എന്തെന്നാൽ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ അജ്ഞാനികളും നിന്ദിതരും പീഡിതരും അറിവില്ലായ്മയാൽ മദ്യലഹരിയിൽ ജീവിതം ഹോമിക്കുന്നവരുമായ ഒരു വലിയ വിഭാഗം ജനങ്ങൾ നികൃഷ്ടജീവികളെപ്പോലെ കഴിയുന്നു. അവരെ ഉണർത്തി കരകയറ്റാതെ സ്വന്തം സമാധി പുരോഗതി കൊണ്ട് എന്തു കാര്യം എന്നും ശിവഭഗവാന്റെ പൂർണ്ണ അനുമതിയോടെ ഗുരു നിശ്ചയിച്ചു. ശിവഭഗവാൻ പകർന്നാട്ടം നടത്തിയ ഗുരുദേവൻ അവരെ ദുരിത സമൂഹ മധ്യത്തിൽ നിന്നും ജീവിത നദിയിൽ മുഴിക്കാൻ ഉണർന്നിറങ്ങി. എൻ്റെ ഗുരുദേവ, അങ്ങേ ഞങ്ങൾക്ക് തന്ന കാലത്തിന് എങ്ങനെ നന്ദി പറയും? അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ ഗുണഭോക്താക്കളായി ഞങ്ങൾ പ്രണാമം അർപ്പിക്കുന്നു. ഇത്രയും പറയാൻ അവസരം തന്ന ഈ കുടുംബത്തിലെ അഡ്മിൻ പദവിയോടും മറ്റുള്ള എല്ലാ സജ്ജനങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ അറിവ് ഗുരുദേവ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഗുരുദേവധർമ്മം ജയിക്കട്ടെ.